ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറെ ഹയർ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഏറ്റവും ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും റേറ്റ് കുറവിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറെ ഹയർ ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവൻ എന്നോട് പറഞ്ഞു, വഴിയിൽ വെച്ചിട്ട് പെട്ടെന്ന് വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തുമ്പോൾ ഇവൻ പറയാണ്, എനിക്ക് ബബ്ലൂസ് നാരങ്ങ ബബ്ലൂസ് നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം റോഡ് സൈഡിൽ ഇങ്ങനെ ബബ്ലൂസ് നാരങ്ങ വിൽക്കുന്ന ഒരാൾ വണ്ടിയിൽ ഇങ്ങനെ വിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ വണ്ടി ചവിട്ടി നിർത്തി, ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബബ്ലൂസ് നാരങ്ങ മേടിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, ഇത് എത്ര രൂപയുടെ, എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയാണ്, ഒരെണ്ണം 100 രൂപ, രണ്ടെണ്ണം 100 രൂപ, മൂന്നെണ്ണം 100 രൂപ. 100 രൂപയുള്ളൂ, പക്ഷേ ഒരു സ്ഥലത്ത് ഒരെണ്ണത്തിന് 100 രൂപ കൊടുക്കണം, മറ്റേ സ്ഥലത്ത് രണ്ടെണ്ണത്തിന് 100 രൂപ കൊടുക്കണം, പിന്നെ ഉള്ളത് 3 എണ്ണം 100 രൂപയുള്ളൂ. അപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 3 എണ്ണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 100 രൂപയ്ക്ക് 3 എണ്ണം വാങ്ങിച്ചു. സംഗതി വീട്ടിൽ വന്ന് പൊടിച്ച് നോക്കിയപ്പം സംഗതി അക്കടി പറ്റിയെന്ന് മനസ്സിലായി. കാരണം ഇതിൻ്റെ അകത്ത് മൂക്കാത്ത കുറച്ച് അല്ലികൾ മാത്രമേ ഉള്ളൂ, അതിൽ നീര് വളരെ കുറവാണ്. നിങ്ങൾക്കറിയാം ബബ്ലൂസ് നാരങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീരാണ്, അതിൻ്റെ ജ്യൂസാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പൊ ഇത് പൊടിച്ച് നോക്കിയപ്പോൾ ഇത് കഴിക്കാൻ പറ്റണില്ല, ആകെ കയ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ 100 രൂപ അങ്ങനെ ആവിയായി പോയി. സംഗതി ഇതുപോലെ തന്നെയാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്, എല്ലാവരും എടുക്കുന്നത് ഫോട്ടോസാണ്, എല്ലാത്തിനും എന്താണ് ഇത്ര വ്യത്യാസം എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഓരോ ഫോട്ടോഗ്രാഫറും ഓരോ രീതിയിലാണ്. റേറ്റ് കുറവിലും കൂടുതലുമുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. പലരുടെയും റേറ്റും പലരുടെയും സ്റ്റൈലും പലരുടെയും വർക്ക് ഫ്ലോ ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ എപ്പോഴും റേറ്റ് മാത്രം ഒരു കൺസേൺ ആയിട്ട് നിങ്ങൾ ഫോട്ടോഗ്രാഫറെ പിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബബ്ലൂസ് നാരങ്ങ മേടിച്ച പോലെ ഇരിക്കും. സംഗതി എല്ലാവരും ഫോട്ടോയെല്ലാം എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നമുക്ക് അബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇനീഷ്യലി നമ്മൾ ഫോട്ടോഗ്രാഫറെ പിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാശ് ലാഭം തോന്നുമെങ്കിലും പിന്നീട് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. അതായത് നമ്മൾ വെഡ്ഡിങ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ലൈഫിൽ ഒരു പ്രാവശ്യമേ നടക്കുന്നുള്ളൂ. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വന്നുപെടുമ്പോൾ നമ്മളുടെ ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം? എല്ലാവരും കൺസേൺഡ് ആവുന്ന ഒരൊറ്റ ഏരിയ പ്രൈസാണ്. അപ്പോൾ പ്രൈസ് മാത്രമായിട്ട് ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കുമ്പോൾ ചീപ്പർ പ്രൈസിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളും. അപ്പോൾ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് നമ്മൾ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി അധികം ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അപ്പം അതേപോലെ തന്നെ അപ്ഡേഷൻസും വന്നുകൊണ്ടിരിക്കും. സോ ഇവിടെ നമുക്ക് റേറ്റിൽ കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്വാളിറ്റിയിൽ എവിടെയെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യണം. ഇപ്പം ഫോട്ടോഗ്രാഫിയുടെ ക്വാളിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുകയെന്ന് വെച്ചാൽ അത് എക്യുപ്മെൻറ്റ്സിൽ മാത്രമല്ല. നമ്മളുടെ ഫോട്ടോഗ്രാഫറുടെ സ്കില്ല്, വീഡിയോഗ്രാഫറുടെ സ്കില്ല്, ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആളുകളുടെ സ്കില്ല്, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സ്കില്ല്, ഇനി ഇതിലൊക്കെ പല സ്ഥലങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും റേറ്റ് കുറയ്ക്കുമ്പോൾ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും അധികം ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ മാനേജ്മെൻറ്റ് സ്കില്ലാണ്. പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫേഴ്സ് പലരും സ്ട്രഗിൾ ചെയ്യുന്നത് അവിടെയാണ്. അവർ ചീപ്പ് റേറ്റിന് വർക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ റേറ്റിന് വർക്ക് എടുത്തത് കൊണ്ട് തന്നെ ഇത് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെയാണ് പലപ്പോഴും ആൽബം കിട്ടാൻ വളരെ ഡിലേ വരുന്നതും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കിട്ടിയെന്ന് തന്നെ വരില്ല എന്ന അവസ്ഥയിലേക്കൊക്കെ ചെല്ലുന്നത്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഈ റേറ്റ് കുറവിൽ വർക്ക് എടുക്കുന്ന സമയത്ത് ഈ കറക്റ്റ്, അതായത് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള പൈസ മാത്രമേ മേടിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് റോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. പിന്നെ അടുത്ത വർക്ക് കിട്ടിയിട്ട് വേണം ഈ വർക്ക് ഡെലിവറി ചെയ്യാൻ എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. സോ പല ചീപ്പ് ക്വാളിറ്റി ഫോട്ടോഗ്രാഫേഴ്സും നല്ല ബിസിനസ്സുകാരല്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് അവരുടെ ഫണ്ട് മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. സോ നിങ്ങൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സിനെ പിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബബ്ലൂസ് നാരങ്ങ മേടിക്കുമ്പോൾ ഏറ്റവും വില കുറവ് നോക്കി മേടിച്ചാൽ സംഭവിക്കുന്ന ഇതാണ്. അപ്പോൾ ഈ കൂട്ടുകാരൻ എന്നോട് പറയാണ്, നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി മേടിക്കാൻ പോവുക 100 രൂപയ്ക്ക് ഒരെണ്ണം കിട്ടുന്നതാണ്. കാരണം
100 രൂപയ്ക്ക് ഒരെണ്ണം കിട്ടുന്ന ആ നാരങ്ങ മേടിച്ചിട്ട് അത് പൊളിച്ച് നോക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വാല്യൂ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും, നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നും, നമ്മൾ വഞ്ചിതരായി എന്ന് തോന്നും. അതുകൊണ്ട് എപ്പോഴും പൈസ മാത്രമല്ല ക്രൈറ്റീരിയ എന്ന് മനസ്സിലാക്കുക. ഫോട്ടോഗ്രാഫറുടെ ക്വാളിറ്റി അവർക്ക് ചോദിക്കുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റിയെ അവർക്ക് തരാൻ പറ്റും. ഞാൻ 100 രൂപയ്ക്ക് ഒരു സാധനം നിങ്ങൾക്ക് തരുന്ന അതേ സാധനം മറ്റൊരാൾ 50 രൂപയ്ക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിലെവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യാതെ സാധിക്കില്ല. സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കൺക്ലൂഷൻ ഇതാണ്: എപ്പോഴും പൈസ മാത്രം നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാതെ മറ്റുള്ള ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോസ് റിസ്ക് ചെയ്യാതിരിക്കാനായിട്ട് ഉപകരിക്കും.